ഗോട്ട് പടം കണ്ടത് ഇപ്പം ഇറങ്ങിയുള്ളൂ. 4 മണിക്കത്തെ ഷോ ആയിരുന്നുണ്ടോ. 4 മണിക്ക് കേട്ട് ഇപ്പോഴാണ് പടം കഴിഞ്ഞ 7:30. ഇത്ര നേരമുണ്ട് സിനിമ. അപ്പോൾ വെങ്കട് പ്രഭുവിൻ്റെ ഡയറക്ഷനിൽ വന്നേക്കണ പടം. കലാനിധി എസ് അഘോരം പ്രൊഡക്ഷനിൽ വന്നേക്കണത്. പിന്നെ തളപതി വിജയ് ആണ് ലീഡ് റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ, ഇതിനകത്ത് 3 വിജയ് ഉണ്ട് മെയിനായിട്ട്. 3 വിജയ് എന്ന് വെച്ചാൽ ഒരു വിജയ് കുറച്ചുള്ളൂ, പക്ഷേ ഡബിൾ റോളിലാണ് പടം പോയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിയേറ്റർ ട്രെയിലറും പാട്ടൊക്കെ കണ്ടപ്പോൾ ഏകദേശം പിടിയിട്ടുണ്ടാവും. പടത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇതെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മൊത്തത്തിൽ പടം നമ്മൾ സാധാരണ വിജയുടെ പടങ്ങൾ കാണുന്ന പോലെ ആ ഒരു തട്ടിക്കൂട്ട് ഒരു പാണ്ടി സെറ്റപ്പ് അല്ല പടം വന്നേക്കണം. പടം കുറച്ച് സ്റ്റാൻഡേർഡാണ്. പുള്ളി ഒരു ATSന്റെ ഭാഗമാണ്. സാറ്റ്സൺ എന്ന് പറഞ്ഞാൽ മറ്റേ ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ഒക്കെ ഒരു അംഗമാണ്. ഒരുപാട് നടന്മാരുണ്ട്. അത് തന്നെ ഫസ്റ്റ് എടുത്ത് പറഞ്ഞേക്കാം. ജയറാം, പ്രഭുദേവ, പഴയ പ്രശാന്ത് നടൻ, തൃഷ വരുന്നുണ്ട്, ശിവകാർത്തികൻ വരുന്നുണ്ട്, പിന്നെ ആരാ, അങ്ങനെ കുറേ ആൾക്കാർ ഇഷ്ടം പോലെ നടന്മാർ. പിന്നെ നമ്മുടെ വെങ്കട് പ്രഭുവിൻ്റെ സ്ഥിരം പടത്തിൽ കണ്ണപ്പുള്ളിയുടെ അനിയനാണെന്ന് തോന്നുന്നു, പുള്ളിക്കാരൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ട്രസിനെ കൂടെ നിറഞ്ഞിരിക്കണം. സ്നേഹ വരുന്നുണ്ട്. അങ്ങനെ പടം റിച്ചാണ്. അത് നമ്മൾ കാസ്റ്റിംഗ് ഒക്കെ വെച്ച് പടം റിച്ചാണ്. പടത്തിൻ്റെ പോരായ്മകൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞേക്കാം. ഫസ്റ്റ് തന്നെ കെനിയാണ് കാണിക്കണം. കെനിയിൽ സ്റ്റണ്ട് കാണിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബോളിവുഡിലൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം ഇറക്കിയിട്ടുണ്ട്. ഋത്തിക് റോഷൻ മറ്റേ ധൂം 2ലോ 3ലോ ഒരു ട്രെയിൻ കൊള്ളടിക്കുന്ന സംഭവം, അത് അതേപോലെ തന്നെ എടുത്ത് വിളമെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്ത് കൊള്ളടിയല്ല ഒരു സംഭവം, പക്ഷെ ട്രെയിനിൽ എന്താ പറയുക, ട്രെയിൻ ഒരു മരുഭൂമി കൂടി ട്രെയിൻ പോകുന്നു, അതിൻ്റെ മുകളിലേക്ക് എടുത്ത് ചാടുന്നു, ഹെലികോപ്റ്റർ ഒന്ന് ഇറങ്ങുന്നു, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. അത് ശരിക്കും നല്ല രീതിയിൽ ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേറൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വെച്ച് സ്റ്റണ്ട് സീൻ ഉണ്ട്. അതും നല്ല രീതിയിൽ ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട്. പിന്നെ അതിനകത്ത് AI വാരി വിതറിയിരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് നമുക്ക് ഭയങ്കര ചെറുപ്പത്തിൽ കാണിക്കുന്നുണ്ട്. അത് പക്ക ചെറുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വായ കണക്കുമ്പോൾ ശരിക്കും ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റിന് വിജയകാന്തിനെ കാണിക്കുന്നുണ്ട്, മരിച്ചുപോയ നടൻ വിജയകാന്തിൻ്റെ AI രൂപം കാണിക്കുന്നുണ്ട്. അത് നല്ല ബോറായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാം. ഇന്നത്തെ ഏറ്റവും വലിയ പോരായ്മയാണ് ഇതിൻ്റെ മ്യൂസിക്കും അതേപോലെ തന്നെ ഈ AI വെച്ചുള്ള കസർത്തും. പിന്നെ ആൻറ്റി ഏജിങ് ആണ് തോന്നുന്ന സംഭവം. എനിക്ക് വിജയ് മകനായിട്ട് തന്നെ വിജയ് ഉണ്ട്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. AI അല്ലാന്ന് എനിക്ക് തോന്നാം. ലിപ്പ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അതെന്തോ ആൻറ്റി ഏജിങ് സംഭവമാണ്. ഇതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് ഇതുവരെ പിടുത്തം കിട്ടിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നല്ല വശങ്ങളാണ്. നല്ല വശങ്ങൾ വെച്ചാൽ കോമഡി ആയിട്ടുണ്ട് പടത്തിൽ. കോമഡി ഇഷ്ടം പോലെ കോമഡി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഏകദേശം വിജയ് നല്ല രീതിയിൽ തന്നെ കോമഡീസ് പോയിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങൾ കൊള്ളാം. ആക്ഷൻ ഈ ഗ്രാഫിക്സ് അവിടെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നിങ്ങൾ മഹേന്ദ്ര സിംഗ് ധോണി ഫാനാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പടം കാണാം. കൈയടിക്കാനുള്ള വകുപ്പൊക്കെ സെക്കൻഡ് ഹാഫിൽ എൻഡിങ്ങിലുണ്ട്. ഈ വാരി വിതറിയുണ്ട്. CSKക്ക് വേണ്ടിയുള്ള പടം ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോയേക്കാം അതിൻ്റെ എൻഡിങ് ഒക്കെ കാണുമ്പോൾ. പിന്നെ അടുത്ത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കുറേ ഡാൻസും പാട്ടൊക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ 1-2 പാട്ട് അനാവശ്യമായിട്ടുള്ള പാട്ടുകളുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ കണ്ടേക്കണം. ആ വിജയുടെ വേറൊരു രൂപമൊക്കെ വെച്ചിട്ട് ഡാൻസ് ഉണ്ടല്ലോ, ബ്രിങ് ഇറ്റ് ഷേക്ക് ഇറ്റ് എന്നുള്ള പാട്ട്, അതൊക്കെ ആസ്ഥാനത്താണ് ആ പാട്ട് വന്നത്. പിന്നെ അടുത്ത എടുത്ത് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും മകൻ്റെയും റോൾ ചെയ്തേക്കുന്ന വിജയ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഏതാണ് അച്ഛൻ മകൻ എന്നാണെങ്കിൽ താടി നോക്കണം. നരച്ച താടി കണ്ടാൽ മാത്രമാണ് അച്ഛനാണെന്ന് മനസ്സിലാവുള്ളൂ. കാരണം മകനൊക്കെ ഏകദേശം വിജയ് പോലെ തന്നെ ഇരിക്കണം. ആ ഒരു ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ചെറിയ നമ്മുടെ ബുൾഗൻ താടിയൊക്കെ വെച്ചിട്ടുള്ള സംഭവം അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് മകനാണിത്, മറ്റേത് നരച്ച് അച്ഛനാണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് ഈ പടത്തിൻ്റെ വേറൊരു സംഭവമായിട്ട് നമുക്ക് എടുത്തു പറയാം. പിന്നെ ഇമോഷണൽ സീൻസ് പടത്തിൽ നന്നായിട്ടുണ്ട്. കുറേ ഇമോഷണൽ സീൻസ് ഞാൻ കഥകളൊന്നും പറയില്ല. കുറേ ആൾക്കാർ ഞാനത് മരിക്കുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. ആ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇമോഷണലി ടച്ച് ആവുന്ന സംഭവങ്ങളൊക്കെ പടത്തിനകത്ത് ഉണ്ട്. പിന്നെ ഒരു വിജയ് ഫാനിന് ആർമാദിക്കാൻ പറ്റാവുന്ന സംഭവങ്ങളൊക്കെ പടത്തിലുണ്ട്. മെയിനായിട്ട് നമ്മൾ ഏതാണ് ഗില്ലിയിലെ കുറേ ഡാൻസ് രംഗം, കുറച്ച് ഡാൻസ് രംഗങ്ങളൊക്കെ ഏതൊക്കെയോ പാട്ടിനകത്ത് കൊണ്ട് നടക്കുന്നുണ്ട്. അതേപോലെ പുള്ളിയുടെ തന്നെ എന്താണ് നമ്മുടെ അറബി കുത്ത് സോങ്, അതേപോലെ തന്നെ ഗില്ലിയിലെ വേറെ 1-2 ഡയലോഗ്, പിന്നെ അങ്ങനെ ഒരുപാട് പടത്തില പല പടത്തില പുള്ളിയുടെ തന്നെ റെഫറൻസ് ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് കുത്തിക്കീറ്റി വെച്ചിട്ടുണ്ട്. ഫാൻസിന് ആർമാദിക്കുന്ന സംഭവങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ട് ആകെ. പിന്നെ ഡയറക്ഷൻ നന്നായിട്ട്. ഡയറക്ഷൻ അങ്ങനെ മോശം പറയാനൊന്നുമില്ല. കഥ ഫ്ലോയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രശാന്തിൻ്റെ റോള് നന്നായിട്ടുണ്ട്. പ്രഭുദേവയുടെ ഒരു സസ്പെൻസ് റോളാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ പടം കാണുമ്പോൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മുടെ മലയാളത്തിലെ അജ്മൽ അമീറൊക്കെ വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണിച്ചു പോയിട്ടുണ്ട്. പുള്ളിയുടെ റോള് കുഴപ്പമില്ല. ഇവർ 4 ഒരു ഗ്യാങ്ങാണ്. ഗ്യാങ് വെച്ചിട്ടാണ് ഈ പടം ഫുള്ളായിട്ട് പോയേക്കണം.
പിന്നെ ഈ പടത്തിനകത്ത് വേറെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര ലെങ്ത്താണ് പടം. ഇത്ര ലെങ്ത്തിൻ്റെ ഒരു ആവശ്യമില്ല. അവർ 4 പാട്ട് എന്തുണ്ട് 4 പാട്ടാണ് കട്ടി കളഞ്ഞിരുന്നത്. അപ്പം തന്നെ ഒരു ഏകദേശം 20-25 മിനിറ്റാണ് മാറി കിട്ടിയാണ്. പാട്ടുകളിങ്ങനെ കുത്തി നിറച്ച് നമ്മളവിടെ ബോറടിപ്പിച്ച് കളയും. കാരണം ഒന്നാമത് നമ്മൾ 4 മണിക്കാണ് പടം കാണാൻ പോകുന്നത്. 4 മണിക്ക് പടം കാണാൻ പോയിട്ട് ഈ വക പാട്ടും കണ്ടുകൊണ്ടിരുന്ന് മനുഷ്യൻ ഇടങ്ങേറായി പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചില സീൻസ് കുറച്ച് ഓവറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റിമെൻ്റൽ സീനൊക്കെ പ്രശാന്തിൻ്റെയൊക്കെയാണ്. എനിക്കത് കുറച്ച് ഓവർ ആക്ടിങ് ഒക്കെ ആയിട്ട് തോന്നി. ഇപ്പോൾ മരണ സീൻ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ അനാവശ്യമായിട്ടുള്ള വെറുതെ എന്താ പറയുക, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ഇമോഷൻസ് ഒക്കെ കയറി വരുന്നത്. പ്രഭുദേവ നൈസായിട്ടുള്ള റോളാണ്, അത് സസ്പെൻസ് റോളാണ്, അത് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം. ശിവകാർത്തിയൻ ചെറിയൊരു റോളിൽ വരുന്നത് സെക്കൻഡ് ഹാഫിൽ എൻഡിങ് തന്നെ, അതും നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയൊരു രീതിയിൽ നിർമ്മം കലർത്തിയ സാധനങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. പടം ടോട്ടാലിറ്റി നോക്കേണ്ടതുണ്ടെങ്കിൽ വേറൊരു സംഭവം എനിക്ക് തോന്നി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ കണ്ട തിയേറ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ഹാഫിൽ സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒഴിവാക്കിയേക്കണം. എനിക്ക് തോന്നുന്നു ഇവർക്ക് മറ്റേ ഭാഷയോടുള്ള ഒരു സംഭവം കൊണ്ട് തന്നെ ഫുള്ള് തമിഴിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ടൈറ്റിൽ വരെ എഴുതി കാണിച്ചിട്ട് ഫസ്റ്റ് കെനിയയിലൊരു ഫൈറ്റ് സീനെ കാണിക്കുന്നത്. ആ ഫൈറ്റ് സീൻ കാണിക്കുമ്പോൾ തന്നെ അത് കെനിയയാണെന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ എഴുതി കാണിച്ചാലേ കെനിയ എന്നല്ല. അതായത് നമ്മൾ ആ ഒരു മരുഭൂമി കൂടി ഒരു ട്രെയിൻ പോണ സംഭവമാണ് കാണിക്കണം. ഈ ട്രെയിൻ പോണത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ രാജസ്ഥാൻ മരുഭൂമി കൂടിയൊക്കെ പോകണമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. കാരണം സ്ഥലത്തിൻ്റെ പേര് എങ്ങും കാണിക്കുന്നില്ല അവർ. സാധാരണ നമ്മൾ മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ ഏത് ലാംഗ്വേജ് ആയാലും അതിൽ ഇംഗ്ലീഷ് എന്നൊരു സംഭവം എവിടെയെങ്കിലൊക്കെ എഴുതി കാണിക്കും. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇത് തമിഴിലാണ് ഫുൾ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ട് തമിഴ് അറിയാവുന്നൊരു കുഴപ്പമുണ്ടല്ലോ. പക്ഷെ തമിഴ് അറിയാത്തവരാണെങ്കിൽ പെടും. എനിക്ക് സബ് ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ടുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. സബ് ടൈറ്റിൽ സെക്കൻഡ് ഹാഫിൽ എനിക്ക് സബ് ടൈറ്റിൽ കിട്ടി, ഫസ്റ്റ് ഹാഫിൽ സബ് ടൈറ്റിൽ കിട്ടിയില്ല. അതിൻ്റെ പേരാണ് ഞാൻ പറയണത്. പിന്നെ വേറൊരു സംഭവം നെഗറ്റീവ് എന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പല ലൊക്കേഷൻസ് കാണിക്കുന്നുണ്ട്. ആ ലൊക്കേഷൻ ഏതൊക്കെയാണ് എന്നുള്ള സംഭവം അത് കറക്റ്റായിട്ട് കാണിച്ചു പോകുന്നില്ല. അത് നമ്മൾ ഊഹിച്ചെടുക്കണം, ഇത് സംഭവം അവിടെ നടന്നതാണ്, ഈ സംഭവം ഇവിടെ നടന്നതാണ്, അങ്ങനെയുള്ള കാര്യം നമ്മൾ റിലേറ്റ് ചെയ്യേണ്ടി വരും. അത് വേറെ സംഭവമാണ്. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ ആ ലൊക്കേഷൻസ് ഇവർ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് സംഭവം അവിടെ നടന്ന സംഭവമുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ പോരായ്മകൾ എനിക്ക് ഈ പടത്തിൽ തോന്നി. അത് പ്രത്യേകിച്ച് ഈ ഒരു ഭാഷയുടെ പ്രശ്നമാണ്. സബ് ടൈറ്റിലെ കറക്റ്റ് വരുമ്പോഴാണ് നമുക്കത് ക്ലിക്ക് ആവുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ സംഭവങ്ങളൊന്നും ക്ലിക്കായില്ല. പിന്നെ അതിനകത്ത് ആക്ട്രസ് എന്ന് പറഞ്ഞാൽ വിജയുടെ നായികയായിട്ട് വരുന്നത്, ഇപ്പം അച്ഛൻ വിജയുടെ നായികയായിട്ട് വരുന്നത് സ്നേഹയാണ് വരുന്നത്. സ്നേഹ വിത്ത് ഫാമിലി ആണ് വന്നേക്കണേ. മകൻ വിജയുടെ ഫാമിലി ലവറായിട്ട് വന്നേക്കണ ഒരു പുതുമുഖമാണ്. എൻ്റെ പേര് എനിക്ക് മനസ്സിലായില്ല. പുള്ളിക്കകത്ത് കുറച്ച് റോളുള്ളൂ. കാര്യമായിട്ട് അഭിനയമൊന്നുമില്ല. അഭിനയമൊക്കെ ശോകമായിരുന്നു. പ്രത്യേകിച്ച് എൻഡിങ് സീനിലൊക്കെ ഭയങ്കര ഒരു ശോകാവസ്ഥയിലാണ് അഭിനയിച്ച് പോയേക്കണം. ടോപ്പ് വിജയുടെ പെർഫോമൻസ് നൈസാണ്, ഒന്നും പറയാനില്ല. ആക്ഷൻ ആയാലും കോമഡി നൈസായിട്ട് കൊണ്ട് എനിക്ക് തോന്നുന്നു ഗില്ലിയിൽ ശേഷം കോമഡി നൈസായിട്ട് വർക്കൗട്ട് ആക്കണം പടം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗോട്ട് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കണമെങ്കിൽ തിയേറ്റർ വാച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമ കാണാൻ വേണ്ടി വിജയനെ കാണാൻ പോവാം. CSK ഫാൻ ആണെങ്കിൽ ധൈര്യമായിട്ട് പോവാം. പിന്നെ ഫൈറ്റ് ഇഷ്ടമാണെങ്കിൽ പോവാം, ഗ്രാഫിക്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ. പിന്നെ കോമഡി, ഇതിന് വേണ്ടി ഈ 4 കാരണത്തിലും പടം നമുക്ക് കാണാവുന്നതാണ്. ഇത്രയാണ് ഗോട്ടിൻ്റെ എൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം, ഷെയർ കൊടുത്തേക്കാം. അടുത്ത വീഡിയോ കാണാം.